നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഒരുപാട് വിവാദങ്ങൾ, വിമർശനങ്ങളും മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം കൊണ്ട് ലാമിൻ യമാലിൻ്റെ ഫുട്ബോളിലെ ഫോക്കസ് കുറയുന്നുവോ എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ സംഭവിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം മികച്ചൊരു ഗോൾ നേടിയിരിക്കുന്നു. ബാഴ്സലോണയിലെ തൻ്റെ ഇൻഫ്ലുവൻസ് വീണ്ടും വ്യക്തമാക്കുന്നു. ലാമിൻ യമാലും ടോറസും റാഷ്ഫോർഡും ഗോളടിച്ച മത്സരം തകർപ്പൻ ജയം തന്നെ FC ബാഴ്സലോണ നേടിയിരിക്കുന്നു. 1-3 ഗോളുകൾക്കാണ് അവർ എൽച്ചയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. എൽച്ചയുടെ ഗോൾ മിറിൻ്റെ വകയായിരുന്നു. ബാഴ്സയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ലാമിൻ യമാലും ടോറസും റാഷ്ഫോർഡും ഒരുമിച്ചാണ് ഇറങ്ങിയത്. കളിയുടെ തുടക്കത്തിൽ തന്നെ കിടലനൊരു ഗോളിലൂടെ 9ാമത്തെ മിനിറ്റിൽ തന്നെ ലാമിൻ യമാൽ ബാഴ്സലോണയ്ക്ക് ലീഡ് നേടിക്കൊടുത്തിരുന്നു. തുടർന്ന് തൊട്ടു പിന്നാലെ 12ാമത്തെ മിനിറ്റിൽ ടോറസിൻ്റെ ഗോൾ കൂടി വന്നപ്പോൾ ബാഴ്സലോണ കളിയിൽ പിടിമുറുക്കിയിരുന്നു. എന്നാൽ ഇടവേള സമയത്തിന് തൊട്ടു മുമ്പായിട്ട് മിറിൻ്റെ ഗോൾ വന്നതോടുകൂടി മത്സരം 2-1 എന്ന രൂപത്തിലായി. രണ്ടാം പകുതിയിൽ 61ാമത്തെ മിനിറ്റിലാണ് റാഷ്ഫോർഡിൻ്റെ ഗോൾ പിറക്കുന്നത്. അതോടുകൂടി ബാഴ്സലോണ വിജയം ഉറപ്പാക്കിയായിരുന്നു. കളിയെക്കുറിച്ച് ശേഷം ഹൻസി ഫ്ലിക്ക് പറഞ്ഞത്, ഞങ്ങൾ കുറേ കാര്യങ്ങൾ നല്ല രൂപത്തിൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ സ്റ്റിൽ ഇമ്പ്രൂവ് ആവേണ്ട കുറേ പ്രശ്നങ്ങളുമുണ്ട്. പൊസിഷനൊക്കെ കൂടുതൽ ഞങ്ങൾ കൈവശം വെക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ചില ചെറിയ കാര്യങ്ങൾ ഇനിയും കൃത്യമായി മാറ്റിയെടുക്കേണ്ടതുണ്ടെങ്കിലും ഈ 3 പോയിൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടീമിൻ്റെ വിജയത്തിൽ വളരെ സന്തോഷമുണ്ട് എന്ന് തന്നെ കോച്ച് ഹൻസി ഫ്ലിക്കും പറയുന്നത്. എന്തായാലും ആ ഒരു എൽ ക്ലാസിക്കോ പരാജയത്തിന് ശേഷം ഒരു വിജയം ബാഴ്സലോണയ്ക്ക് അനിവാര്യമായിരുന്നു. അതവർ നേടിയെടുത്തിരിക്കുന്നു. 11 കളികളിൽ നിന്ന് 25 പോയിൻ്റോടെ ബാഴ്സ ഇപ്പോൾ 2ാം സ്ഥാനത്താണ്. 11 കളികളിൽ നിന്ന് 30 പോയിൻ്റുള്ള റയൽ മാഡ്രിഡാണ് 1ാം സ്ഥാനത്ത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.